മൻസൂർ ലക്കന്മാരല്ലേ? അമീറേ പോട്ടെ. പ്രവീണ ആദ്യ 3 ബോളുകളിൽ നിന്ന് 13 റൺ സ്കോർ ചെയ്ത് നിൽക്കുന്ന ദിനേശ് സ്ട്രൈക്കിൽ ഒരു ലെഗ് ബൈ റണ്ണർ ഓഫ്. അത് ത്രോയിലൂടെ 4 പോകാനുള്ള സാധ്യതയുണ്ട്. നജീബിൻ്റെ അവസരോചിതമായ ഇടപെടലാണ് ഇതെടുത്തത്. 4 ബോളുകൾ 14 റണ്. നിയാസ് വീണ്ടും ഒരു സ്ക്വാഡ് ഡ്രൈവ് ചെയ്തുകൊണ്ട് 6 അടിക്കുന്നു. 20 പ്രവീതൻ്റെ അവസാന ബോൾ. സ്ട്രൈക്കിൽ വീണ്ടും നിയാസ്. വീണ്ടും വലിയൊരു ഷോട്ടിനുള്ള ശ്രമമാണ്. സിംഗിൾ റൺ. 21 റൺ കൊടുത്തുകൊണ്ട് ആദ്യ ഓവർ അവസാനിക്കുന്നു. ബോളർ പ്രഭ ആദ്യ ബോൾ തന്നെ വൈഡ് ലൈനോട് വ്യക്തമായ ഒരു പ്ലാനിങ്ങിലൂടെ ഒരു ഡോട്ട് വയ്ക്കുന്നു. സ്കോർ മോസ്റ്റ് 21. വീണ്ടും ഒരു സ്ക്വാഡ് ഡ്രൈവിനുള്ള ശ്രമം സിംഗിൾ റണ്ണിൽ കലാശിക്കുന്നു. പ്രഭ തൻ്റെ 3ാമത്തെ ബോൾ. ദിനേശിന് നേരെ. ദിനേശ് ഒരു വലിയ ഷോട്ടിനുള്ള ശ്രമമാണ്. ദാറ്റ്സ് 4 റൺ. ഈ ലൈന് കാണുന്നുണ്ടല്ലോ, ഒരു 30 യാർഡ് വരച്ച മാതിരിയുള്ള അതിൻ്റെ പുറത്തേക്ക് റോഫ് തട്ടി വീണ 4 റണ്ണാണ്. സൂപ്പർ ഡെലിവറി. പ്രഭ തൻ്റെ 5ാമത്തെ ബോൾ. ദാറ്റ്സ് എ ഹ്യൂജ് വൺ. തൻ്റെ അവസാന ബോൾ എറിയുന്നു. ഡോട്ട് വയ്ക്കൽ നിർബന്ധമാണ്. ഒരു ഹെലികോപ്റ്റർ, മിനി ഹെലികോപ്റ്റർ ഗ്രൗണ്ട് ഷോട്ടാണ്. സിംഗിൾ റണ്ണാണ്. വ്യക്തമായൊരു ഗ്യാപ്പിലൂടെ ഒരു സിംഗിൾ റണ്ണും കൂടി ഓടിയെടുക്കുമ്പോൾ 2 റണ്ണാണ്. 34 റണ്ണ്, 2 ഓവറുകൾ. വിക്കറ്റുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നജീബിൻ്റെ ഒരു നോ ബോളാകാം. 6 റൺ. 34 41 പോകുന്നു. നജീബിൻ്റെ ഫ്രീ ഹിറ്റ് ബോളിന് നിയാസ് വെയിറ്റ് ചെയ്യുന്നു. അത് മനോഹരമായി എറിഞ്ഞു തീർക്കുന്ന അദ്ദേഹം. 41 നിന്നും മറ്റൊരു 6. 47 നീങ്ങുന്നു. നിയാസ് ഗംഭീര ഫോമിലാണ്. സൂപ്പർ ബാറ്റിംഗ് ഫ്രം നിയാസ്. 53 റണ്. വീണ്ടും ഒരു വലിയ ഷോട്ടാണ്. 4 റൺ. വീണ്ടും ഒരു ഡോട്ട് ഷോട്ടാണ്. ക്യാപ്റ്റൻ ആബിദ് മനോഹരമായ ഫീൽഡിങ്. 4 റൺ സേവ് ചെയ്തുകൊണ്ട് കേവലം സിംഗിൾ റൺ മാത്രമാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് ബോൾ ദിനേശ് സ്ട്രൈക്കിൽ. വീണ്ടും ഒരു ഉള്ളുന്നാണോ പുറത്തുനിന്നാണോ എന്നാണ് സംശയം. കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. 3 ഓവറുകൾ 58 റണ്. അവിടെ സ്കോറിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്. പ്രഭ മനോഹരമായി ബാറ്റ് ചെയ്ത് നിയാസിനെ മടക്കി അയക്കുന്നു. 4ാമത്തെ ഓവറിൽ ആദ്യ ബോളിൽ തന്നെ. കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണിംഗ് ഇറങ്ങിയ സൽമാനാണ്. അപ്രതീക്ഷിതമായ റണ്ണൗട്ടിലൂടെ വിക്കറ്റ് നഷ്ടപ്പെട്ടാണ് അദ്ദേഹം. ഫോം ഈ ആഴ്ച കാണിച്ചിട്ടില്ല. സ്കോർ 58 നിൽക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നു. 3 ഓവറും 1 ബോളുകളും. വെൽ ഷോട്ട്. 4 റൺ. ആദ്യ ബോൾ തന്നെ 4 റൺ അടിച്ചുകൊണ്ട് 62 സ്കോർ പോകുന്നു. താരതമ്യേന ചെറിയ ഗ്രൗണ്ടാണ്, അതുകൊണ്ട് തന്നെ സ്കോർ കൂടാൻ സാധ്യത കൂടുതലാണ്. പ്ലസ് 4 റൺ. 66 നിൽക്കുന്നു സ്കോർ. വീണ്ടും തുടർച്ചയായി 3 ഫോറുകൾ അടിച്ചുകൊണ്ട് സൽമാൻ തൻ്റെ വരവറിയിക്കുന്നു. ഒരു വൈറ്റ് ബോൾ എറിഞ്ഞതിനിടയിൽ
വീണ്ടും ഒരു സിംഗിൾ റണ്ണാണ്. അനാവശ്യമായൊരു ത്രോ. വാട്ട് എ ഹ്യൂജ് വൺ. ലെജൻഡ് ആബിദ് ആദ്യ ബോൾ തന്നെ 4 റണ്ണാണ്. 84 അവസാന ഓവറിൽ 5 ബോളുകൾ. വീണ്ടും ഒരു കിടിലൻ ഷോട്ട് തന്നെ എന്ന് പറയാം. 6 റൺ. അത് 2 ബോളുകളും അതിർത്തിക്കപ്പുറം പായിച്ചതാണ്. ഒരു ഫീൽഡറില്ലാത്ത പ്ലേസിലേക്ക് മനോഹരമായൊരു 4. 2 ബോളുകൾ സ്ട്രൈക്കിലേക്ക് അടിച്ചു, മറ്റൊന്ന് ലെഗ് സൈഡിലേക്ക്. ഫീൽഡറില്ലാന്ന് ഉറപ്പ് വരുത്തി സൽമാൻ അടിക്കുന്നു. ബോളർ ചേഞ്ച് ചെയ്തുകൊണ്ട് ക്യാപ്റ്റൻ വീണ്ടും ഒരു 4 റണ്ണാണ്. 96 നിൽക്കുന്നു ടീം ടോട്ടൽ. അവസാന 2 ബോളുകൾ 96. വാട്ട് ഷോട്ട്. 6 റൺ. 102 റണ്ണിലേക്ക് ടീം ടോട്ടൽ എത്തിക്കുന്നു. അവസാനം 1 ബോൾ കൂടി ബാക്കിയുണ്ട്. ആദ്യ 2 മത്സരങ്ങളിലും 80 മേലെ സ്കോർ വന്നിട്ടില്ല. മൂന്നാമത്തെ മത്സരത്തിലാവുമ്പോൾ 100 കിടക്കുന്നു. ചെറിയ ഗ്രൗണ്ടാണ്. എതിർ ടീമിനും തിരിച്ചടിക്കാം. അവസാന ബോൾ അമീർ. ഒരു വൈഡ് ബോൾ അനാവശ്യമായി അദ്ദേഹം എടുക്കുന്നു. ഡയറക്റ്റ് ത്രോ. ആബിദിൻ്റെ കീഴിലൊരു ത്രോ. 103 റണ്ണ്. 104 വിജയലക്ഷ്യമാകും. കൂറ്റൻ സ്കോർ ചെയ്ത് നിൽക്കുന്ന ടീമിൻ്റെ ഫീൽഡിങ് ശക്തമാവും. ഒരു ചെറിയ പ്ലെയറും ഉണ്ട് കേട്ടോ അവിടെ. നിയാസ് ആ കുട്ടി എന്താണ്? അല്ല ഫീൽഡറാ? സെറ്റ്. ഇത്രയും പ്രായം കുറഞ്ഞ ക്രിക്കറ്റിൽ ഇങ്ങനെ ലീഗിൽ കളിക്കുന്ന കുട്ടിയാവുമ്പോൾ സാവിത്തൊന്നും അവൻ്റെ അടുത്തുന്നാ. 2 മനുഷ്യന്മാരൊന്നും വേണ്ടില്ല നീളത്തിന്റെ വ്യത്യാസം നോക്കി. അച്ഛനും മോനും ഒരേ ടീമിൽ കളിക്കുന്ന അപൂർവമായൊരു സംഭവമാണ്. അതാക്കണം ബോൾ ചെയ്യാൻ അച്ഛൻ നിൽക്കണു, ഫീൽഡിങ്ങിലും മകൻ നിൽക്കണു. സെറ്റ്. എൻ്റെ പേരെന്താ? അലൂഫ്. യെസ്. അച്ഛനെറിയുന്ന ആദ്യ ബോളിന് ഫീൽഡിങ് നിൽക്കണം മകൻ. സ്ലിപ്പിലാണ് പോസ്റ്റ് ചെയ്തത്. ആദ്യ ബോളിൽ ഒരു വൈഡ് കിട്ടിയ റണ്ണുമായിട്ട് നിൽക്കുകയാണ്. 4 റൺ. ഓഫ് തട്ടി ഈ ലൈൻ്റെ ഉള്ളിൽ വീണ പുറത്ത് വീണ 4. വീണ്ടും ഒരു 4 റണ്ണാണ്. 9 റണ്ണ് സ്കോർ ചെയ്ത് നജീബ്. ഒരു ക്യാച്ച്. ഗഫൂർ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇത്ര വ്യക്തമായിട്ടൊരു ക്യാച്ച് എടുക്കുന്നത്. തട്ടിത്തടഞ്ഞിട്ടല്ലാതെ അദ്ദേഹം ഒരു ക്യാച്ച് എടുക്കാറില്ല. കഴിഞ്ഞ നമ്മളെ ടൂർണമെൻറ്റിൽ വീഡിയോ എടുത്താൽ നമ്മളെ സഹായിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം വീഡിയോ എടുത്ത വീഡിയോനൊക്കെ കാണും. 6 അടിക്കുന്ന ബോൾ എവിടെ എന്ന് ചോദിക്കും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയോളൂ. 4 ബോളുകൾ 9 റണ്ണ്, 1 വിക്കറ്റ് നഷ്ടം. ഷിജിൻദാസ് ഒരു സ്ട്രൈക്ക് ഡ്രൈവിനുള്ള ശ്രമമായിരുന്നു. ഫീൽഡർ പിടിച്ചെടുക്കുന്നു. അച്ഛൻ്റെ അവസാന ബോൾ നോക്കി കാണുന്ന മകനുണ്ട് ഇവിടെ. ഷിജിൻദാസ് വീണ്ടും ഒരു ബൗണ്ടറി നേടുന്നു. ആദ്യ ഓവറിൽ 13 റണ്ണ് സ്കോർ ചെയ്യുന്നു. ആദ്യ ഓവറിൽ 13 റൺ. സ്ട്രൈക്കിൽ അമീർ. വലിയൊരു ഷോട്ടിലൂടെ 6 റൺ. വിജയദൂരം ഒരുപാട് പോകാനുള്ളതാണ്. 19 റണ്ണ്. വീണ്ടും ഒരു ഗ്യാപ്പ് ഷോട്ട്. നേരത്തെ ക്യാച്ച് എടുത്ത ഫീൽഡറാണ്. ഇപ്പോൾ ഒന്ന് പടയപ്പ സ്റ്റൈലിലാണ്. 23 റണ്ണ്. അനാവശ്യമായൊരു ഷോട്ട് സെലക്ഷൻ ആയിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന 3 ബോളുകൾ 23 റണ്ണ്. വീണ്ടും ഒരു നിയാസിൻ്റെ കീഴിലുള്ള ഫീൽഡിംഗ് എഫേർട്ടാണ്. പക്ഷേ അതിനൊരു ഫലം ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. 4 റണ്ണിലേക്ക് കലാശിക്കുന്നു. രണ്ടാമത്തെ ഓവറിൽ അവസാന 2 ബോളുകൾ. അമീർ വീണ്ടും ശക്തമായൊരു 6 അടിക്കുന്നു. അവസാന ബോൾ 6 അടിച്ച് ടീമിന് മുൻതൂക്കം നൽകാനുള്ള അമീറിന്റെ ശ്രമം വിജയം കാണുന്നു. ദാറ്റ്സ് എ ഹ്യൂജ് വൺ. 2 ഓവറുകൾ 39.
സാബിത്ത് ബോൾ ചെയ്യുന്നു. ഷിജിൻദാസ് ആദ്യ ബോൾ തന്നെ സിക്സർ അടിച്ചുകൊണ്ട് 45-ലേക്ക് സ്കോർ നിൽക്കുന്നു. 45-ൽ നിന്നും മറ്റൊരു 4. 49. ആദ്യ 2 ബോളും പ്രയോഗിച്ച് ഷിജിൻദാസ് മറ്റൊരു തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുന്നു. 3-ാമത്തെ ബോൾ സാബിത്തിന്റെ കൈകളിൽ നിന്നും. ഇത്തവണ ഷാഫിഖയുടെ മനോഹരമായ ശ്രമമായിരുന്നു. പാപ്പ വിട്ട് നോക്കി നിൽക്കണം മോൻ. 55-ലെത്തി നിൽക്കുന്ന സ്കോർ. തൻ്റെ അവസാന 2 ബോളുകൾ. ഷിജിൻദാസ് വീണ്ടും ഒരു ബൗണ്ടറി നേടുന്നു. തൻ്റെ അവസാന ബോൾ ഡോട്ട് എറിയാനുള്ള ശ്രമമാണ്. ഫീൽഡർ മിസ്ഫീൽഡ് അല്ലെങ്കിൽ അത് ഡോട്ട് തന്നെ. അവസാന 12 ബോൾ 45 റൺ വിജയലക്ഷ്യം. ബോളിംഗ് എൻഡിൽ ജിഫ്ലി, സ്ട്രൈക്കിൽ അമീർ. 6 റൺ. 39-ലേക്ക് നീക്കുന്നു വിജയലക്ഷ്യം. 11 ബോൾ 39 റൺ. വീണ്ടും 6 റൺ. ദാറ്റ്സ് എ ഗുഡ് ബാറ്റിംഗ്. 10 ബോളുകൾ ബാലൻസ് നിൽക്കുന്നു. 33 റൺ വിജയലക്ഷ്യം. ജിഫ്ലിയെ തുടർച്ചയായി ഒരു 4 കൂടി അടിച്ച് തുടർച്ചയായി ബൗണ്ടറികൾ കണ്ടെത്തുന്നു. 9 ബോൾ 29 റൺ. ജിഫ്ലി തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ്. 4 റൺ. വീണ്ടും 6 റൺ. വിജയലക്ഷ്യം 19-ലേക്ക് നീക്കുന്നു. ആദ്യ 2 ഓവറിലൊന്ന് പതറിയ ടീമായിരുന്നു. വീണ്ടും ബൗണ്ടറിയാണ്. അവസാന ഓവർ 15 റണ്ണിലേക്ക് വിജയലക്ഷ്യം മാറ്റിക്കൊണ്ട് അമീർ നോൺ സ്ട്രൈക്കിലേക്ക് നടക്കുമ്പോൾ സ്ട്രൈക്കിലേക്ക് ഷിജിൻദാസൻ. 6 ബോളുകൾ 15 റൺ വിജയലക്ഷ്യം. ക്യാപ്റ്റൻ നിയാസ് ഷിജിൻദാസിനെ പറ്റിച്ചുകൊണ്ട് ഒരു ലെഗ് സൈഡിലൊരു ബോൾ എറിയുന്നു. സിംഗിൾ റണ്ണ്. 14 റണ്ണ് വിജയലക്ഷ്യം. 4-ാമത്തെ ഓവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 45 റണ്ണ് വിജയലക്ഷ്യം വേണ്ടതായിരുന്നു. അവിടെ നിന്ന് അവസാന ഓവറിലേക്ക് 15 റണ്ണ് മാത്രമാക്കി കൊണ്ടുവന്ന ബാറ്റർ അമീർ ഫീൽഡറെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. 5 ബോളുകൾ 14 റണ്ണ് വിജയലക്ഷ്യം. നിയാസ് എന്ന ബോളർ തൻ്റെ ക്വാളിറ്റി കാണിക്കേണ്ട സമയമാണ്. പക്ഷേ 4 റൺ. 4 ബോളുകൾ 10 റണ്ണ് വിജയലക്ഷ്യം. വീണ്ടും ഒരു സിംഗിൾ റണ്ണാണ്. റൂഫിൽ അടിക്കാൻ അയക്കാതെ നിയാസ് ഒരു വൈഡ് ബോൾ എറിയുന്ന മാതിരി ഒരു കിടിലൻ ബോൾ എറിഞ്ഞു. 3 ബോളുകൾ 9 റണ്ണ്. 4 റൺ. 2 ബോളുകൾ 5 റണ്ണ് വിജയലക്ഷ്യം. ഹ്യൂജ് വൺ. ഒരു ബോൾ ബാലൻസ് നിർത്തിക്കൊണ്ട് മത്സരം വിജയിക്കുന്നു. ഏറ്റവും വലിയ സ്കോർ എടുത്ത ടീമിനെതിരെ ഒരു ബോൾ ബാലൻസ് നിർത്തിക്കൊണ്ട് അമീറും ഷിജിൻദാസും ഗംഭീരമായൊരു ബാറ്റിംഗ് പ്രകടനം തന്നെ.